ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് അറ്റാക്കംസ്, ഹ്യൂമൻ റൈറ്റ്സ് അറ്റ് സീ ഇനീഷ്യേറ്റീവ്, ആർട്ടിക്കിൾ 244A, സ്റ്റേറ്റ് ഓഫ് ക്ലൈമറ്റ് ഇൻ ഏഷ്യ 2023 റിപ്പോർട്ട്, ദ പ്ലൈറ്റ് ഓഫ് ഇന്ത്യൻ സീഫെയറേഴ്സ്, സ്വച്ഛ് ഭാരത് മിഷൻ എന്നിവയാണ്. അപ്പോൾ ഇതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റാക്കംസിനെ കുറിച്ചാണ്. അറ്റാക്കംസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് US-ലുള്ള ഒരു ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 14-നകത്ത് അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത് ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള റഷ്യ യുക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യക്കെതിരായിട്ട് യുക്രൈന് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ വലിയ രീതിയിൽ ആയുധ സഹായം നൽകുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ റീസെന്റ് അമേരിക്കൻ കോൺഗ്രസ് യുക്രൈന് വലിയ രീതിയിലുള്ള ഒരു എയ്ഡ് പാക്കേജ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് സൈനിക സഹായം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് യുക്രൈനിന് ഇപ്പോൾ അമേരിക്കൻ ഗവൺമെന്റ് ഈ അറ്റാക്കംസ് എന്ന് പറയുന്ന ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈൽസ് സപ്ലൈ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 14-നകത്ത് വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അറ്റാക്കംസ് എന്ന് പറയുന്നത് ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ്. ഇതൊരു ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈൽ ആണ്. അമേരിക്കൻ ഡിഫൻസ് മാനുഫാക്ചറർ ആയിട്ടുള്ള ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സബ്സിഡറി ആണ് ഇത് ഡിസൈൻ ചെയ്യുകയും മാനുഫാക്ചർ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ എന്താണ് ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് അറിഞ്ഞിരിക്കുക. ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഥവാ തിയേറ്റർ ലെവൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് റേഞ്ച് ഉള്ള അല്ലെങ്കിൽ ഒരു 300 കിലോമീറ്റർ താഴെ മാത്രം ദൂരപരിധിയുള്ള തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈൽസിനെയാണ് ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈൽസ് എന്ന് വിളിക്കുന്നത്. ഈ അറ്റാക്കംസിന്റെയും ദൂരപരിധി എന്ന് പറയുന്നത് 300 കിലോമീറ്റർ ആണ്. ഇത് ലോഞ്ച് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് പ്രധാനമായിട്ടും അമേരിക്കയുടെ തന്നെ ഇപ്പോൾ യുക്രൈനൊക്കെ അവർ സപ്ലൈ ചെയ്തിട്ടുള്ള അമേരിക്കയുടെ ഒരു മൾട്ടി ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റം ആണ് ഹൈമാർസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈമാർസിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയുടെ മറ്റൊരു മൾട്ടി ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം ആയിട്ടുള്ള M270 എന്ന് പറയുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതിൽ നിന്നൊക്കെയാണ് ഈ അറ്റാക്കംസ് ലോഞ്ച് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഹ്യൂമൻ റൈറ്റ്സ് അറ്റ് സീ ഇനീഷ്യേറ്റീവ് ആണ്. ഈ ഹ്യൂമൻ റൈറ്റ്സ് അറ്റ് സീ എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവിനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ആർട്ടിക്കിളിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും അധികം സീഫെയറേഴ്സ് ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സീഫെയറേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നാവികന്മാരാണ്, അതായത് കപ്പലുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ ഈ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ ലോകത്തിലുള്ള മൊത്തം സീഫെയറേഴ്സിൽ ഏകദേശം 9.35% ആളുകൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നാണ് പറയുന്നത്. അപ്പൊ ലോകത്തിലെ തന്നെ ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും അധികം സീഫെയറേഴ്സ് ഉള്ള മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കാരണം വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ലോകത്തിൽ ഈ പറയുന്ന മെർച്ചന്റ് ഷിപ്പിങ്ങിന് അഗേൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മാരിടൈം ഷിപ്പുകൾക്ക് അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ കച്ചവട ഇന്റർനാഷണൽ ട്രേഡ് ഒക്കെ നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാങ്കറുകളും വലിയ കാരിയേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഷിപ്പുകൾക്കെതിരായിട്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. ഇതിന്റെ പേരിൽ അത് പലപ്പോഴും ഈ ആക്രമണങ്ങൾ നടക്കുന്നത് മറ്റുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ റൈവലറിയുടെ ഒക്കെ ഭാഗമായിട്ടാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ കുറെ കാലമായിട്ട് ഓൺഗോയിങ് ആയിട്ടുള്ള ഇറാനും ഇസ്രായേലും തമ്മിലുള്ള റൈവലറി ആയിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഇറാന്റെ കപ്പലുകളെ ഇസ്രായേൽ ആക്രമിക്കാറുണ്ട്, തിരിച്ച് ഇറാനും ആക്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും അമേരിക്കയുടെ സാങ്ഷൻസ് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇറാനിൽ നിന്നുള്ള പെട്രോളിയം കൊണ്ടുപോകുന്ന കാരിയേഴ്സിനെ അമേരിക്ക ക്യാപ്ചർ ചെയ്ത് ഈ മിഡ് സീലൊക്കെ വെച്ചിട്ട് ക്യാപ്ചർ ചെയ്യാറുണ്ട്. ഈ പറയുന്ന ഇറാന് തിരിച്ചും അതേപോലെ ചെയ്യാറുണ്ട്. അതുകൂടാതെ ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ ഓൺഗോയിങ് ആയിട്ടുള്ള ഇസ്രായേൽ ഗാസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കപ്പലുകൾക്കെതിരായിട്ട് റെഡ് സീ ഏരിയയിൽ ചെങ്കടലിന്റെ ഭാഗത്ത് ഹൂത്തി റിബൽസിന്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്. അപ്പൊ ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ അവിടുത്തെ ജിയോ പൊളിറ്റിക്കൽ റൈവലറിയുടെ ഒക്കെ ഭാഗമായിട്ടാണ്. പക്ഷെ ഈ ആക്രമിക്കപ്പെടുന്ന കപ്പലുകളിൽ പലപ്പോഴും ഇന്ത്യക്കാരായിട്ടുള്ള നാവികന്മാർ കുടുങ്ങി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ അവര് അനാവശ്യമായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ലാത്ത ഈ കാര്യങ്ങളുടെ പേരിൽ അവര് ഈ പറയുന്ന ജിയോ പൊളിറ്റിക്കൽ റൈവലറിയുടെ ഒക്കെ ഭാഗമായിട്ട് മാറുകയും അല്ലെങ്കിൽ അവർ അതിന്റെ പേരിൽ അനാവശ്യമായിട്ട് തടവിലാക്കപ്പെടുകയും ഹ്യൂമൻ റൈറ്റ് വയലേഷൻസിന് വിധേയരാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ഒരു പ്രശ്നത്തിനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഗവൺമെന്റും അതുപോലെ തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും കൂടി ചേർന്ന് ആരംഭിച്ചിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഹ്യൂമൻ റൈറ്റ്സ് അറ്റ് സീ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ റൈറ്റ് അറ്റ് സീ എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റും അതുപോലെ തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും അല്ലെങ്കിൽ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. അതിനുള്ള കാരണം നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള നാവികന്മാർ ഇത്തരത്തിൽ പല രീതിയിലുള്ള ഇല്ലീഗൽ ഡിറ്റൻഷൻസും
അല്ലെങ്കിൽ വിദേശ ജയിലുകളിൽ കിടക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ഫോറിൻ വാട്ടേഴ്സിൽ സ്റ്റാൻഡേർഡ് ആവുകയൊക്കെ ചെയ്യുന്ന പ്രശ്നങ്ങൾ നേരിടുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ പറയുന്ന ഇനീഷ്യേറ്റീവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇനീഷ്യേറ്റീവിനകത്ത് ഇവർ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ഇന്ത്യൻ നാവികർ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ മൊത്തത്തിൽ നാവികർ നേരിടേണ്ടി വരുന്ന ഇത്തരത്തിലുള്ള അബ്യൂസസിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസിനെ കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റിപ്പോർട്ടിന്റെ ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിൽ വേണ്ട പ്രൊആക്റ്റീവ് ആയിട്ടുള്ള കോഓപ്പറേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിൽ നടത്തേണ്ട പ്രൊആക്റ്റീവ് ആയിട്ടുള്ള കോഓപ്പറേഷനെയും കോർഡിനേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാരിടൈം ഇൻഡസ്ട്രിയിലുള്ള ആളുകളുടെ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മെക്കാനിസം ബിൽഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആ ഒരു കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ആ കാര്യങ്ങളൊക്കെ ഏർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ആർട്ടിക്കിൾ 244A ആണ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 244A ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 14 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഈ ആർട്ടിക്കിൾ 244A എന്ന് പറയുന്നത് അസാമിലുള്ള ട്രൈബൽ ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 6th ഷെഡ്യൂളിനകത്ത് പറയുന്ന ട്രൈബൽ ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ്, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവർക്കൊരു ഓട്ടോണമസ് സ്റ്റാറ്റസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷൻ ആണ് ആർട്ടിക്കിൾ 244A പറയുന്നത്. പക്ഷെ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലാത്തൊരു കാര്യം കൂടിയാണ് ആർട്ടിക്കിൾ 244A. അപ്പൊ ഈ പ്രദേശത്തു നിന്നുള്ള ഈ പറയുന്ന അസാമിലെ പ്രധാനപ്പെട്ട ട്രൈബൽ ഏരിയാസ് ഉൾപ്പെടുന്ന ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ദിഫു എന്ന് പറയുന്നത്. ഈ ദിഫു കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ അവർ ജയിച്ചു കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ 244A ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളൊരു ഇലക്ഷൻ വാഗ്ദാനം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ 244A എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ഇത്തരത്തിലൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ആർട്ടിക്കിൾ 244A എന്ന് പറയുന്നത് 1969 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള 22nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ ഈ ആർട്ടിക്കിൾ 244A പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസാമിനകത്ത് അസാം എന്നുള്ള സംസ്ഥാനത്തിനകത്ത് ഒരു ഓട്ടോണമസ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതായത് അസാമിലെ ട്രൈബൽ ഏരിയാസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ട്രൈബൽ ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തത്തിൽ അസാമിലുള്ള മുഴുവൻ ട്രൈബൽ ഏരിയാസ് ആവാം, അല്ലെങ്കിൽ ഒരു പോർഷൻ മാത്രമാവും. പക്ഷെ കാർബി ആംഗ്ലോങ് ഉൾപ്പെടെയുള്ള മൊത്തത്തിലുള്ള ട്രൈബൽ ഏരിയാസോ അല്ലെങ്കിൽ ഒരു ഭാഗം ട്രൈബൽ ഏരിയാസോ ഉൾപ്പെടുന്ന രീതിയിൽ ഒരു ഓട്ടോണമസ് സ്റ്റേറ്റ് അസാമിനകത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെന്റിനുണ്ടെന്നാണ് ആർട്ടിക്കിൾ 244 പറയുന്നത്. ഒരു ഓട്ടോണമസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓട്ടോണമസ് സ്റ്റേറ്റിന് അതിൻ്റെതായിട്ടുള്ള ലെജിസ്ലേച്ചറോ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഇത് രണ്ടും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾ 244A കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓൾറെഡി അസാമില് കാർബി ആംഗ്ലോങ്, നോർത്ത് കച്ചാർ, ബോഡോലാൻഡ് എന്ന് പറയുന്ന 3 ട്രൈബൽ ഏരിയാസും അവർക്ക് ഓട്ടോണമസ് സ്റ്റാറ്റസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഓട്ടോണമസ് കൗൺസിലുകൾ ഉണ്ട് 6th ഷെഡ്യൂൾ അനുസരിച്ച്. അതിനെക്കാട്ടിലും കുറച്ചും കൂടി വലിയൊരു പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 244A എന്ന് പറയാം. അപ്പോൾ ആർട്ടിക്കിൾ 244A അനുസരിച്ച് ഇന്ത്യൻ പാർലമെന്റ് ഇത്തരത്തിലൊരു ഓട്ടോണമസ് സ്റ്റേറ്റിന് അസാമിനകത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിനകത്ത് മറ്റൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കുക. അസാം എന്ന് പറയുന്ന സംസ്ഥാനത്തിനകത്ത് മറ്റൊരു സംസ്ഥാനത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ആർട്ടിക്കിൾ 244A പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 6th ഷെഡ്യൂൾ അനുസരിച്ച് അവിടുത്തെ ട്രൈബൽ ഏരിയാസ് എൻജോയ് ചെയ്യുന്ന ഓട്ടോണമിയെക്കാട്ടിലും വലിയ ഓട്ടോണമി ഇതിലൂടെ കിട്ടും എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത് വരാനുള്ള എന്തുകൊണ്ടാണ് അസാമിനകത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രൊവിഷൻ അസാമുമായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസാം എന്ന് പറയുന്ന സംസ്ഥാനം പണ്ട് കാലത്ത് നമ്മൾ അസാമിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അല്ലെങ്കിൽ 1950കളുടെ ഒക്കെ ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഈ മണിപ്പൂരും ത്രിപുരയും ഒഴികെയുള്ള നോർത്ത് ഈസ്റ്റിലെ ഇപ്പൊ നമ്മൾ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ സിക്കിമിനെ ഉൾപ്പെടുത്തും. സിക്കിം, മണിപ്പൂർ, ത്രിപുര എന്നീ പ്രദേശങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ള എല്ലാ പ്രദേശങ്ങളും അസാം എന്ന് പറയുന്ന ഒറ്റ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അതിൽ നിന്ന് നമ്മൾ കാണുന്ന അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം, മേഘാലയ ഇതൊക്കെ അസാമിന്റെ ഭാഗമായിരുന്നു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ 1960കളുടെ ഒക്കെ അവസാനത്തിൽ അസാമിലുള്ള 1960കളുടെ ഒക്കെ തുടക്കത്തിൽ 63 നാഗാലാൻഡ് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ അസാമിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിൽ മിസോ ഹിൽസ് റീജിയനിൽ ഓൾറെഡി സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു ഇന്റേണൽ ഒരു സിവിൽ വാർ ലൈക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു റിബലിയൻ നടക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള അസാമിന്റെ പ്രദേശങ്ങളിലുള്ള ട്രൈബൽ ഏരിയാസ് സെപ്പറേറ്റ് സംസ്ഥാനങ്ങളാക്കി മാറ്റണം എന്ന് പറഞ്ഞൊരു ഡിമാൻഡ് 1960കളിൽ അവിടെ വലിയ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അത് 50കളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. ആ ഒരു ഡിമാൻഡ് കാരണമാണ് മേഘാലയ എന്ന് പറയുന്ന പ്രദേശം സെപ്പറേറ്റ് സ്റ്റേറ്റ് ആക്കി മാറ്റുന്നത്. അപ്പൊ ആ സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ഈ അസാമിലുള്ള കാർബി ആംഗ്ലോങ് അതുപോലെ തന്നെ നോർത്ത് കച്ചാർ എന്നീ പ്രദേശങ്ങളിലുള്ള ട്രൈബ്സിന് കൊടുത്തിട്ടുള്ള ഒരു ഉറപ്പാണ്, നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ്, അതായത് അവരും സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞ സമയത്ത് സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ് എന്നുള്ളതിന് പകരം
നിങ്ങൾക്ക് അസാമിനകത്ത് ഒരു ഓട്ടോണമസ് സ്റ്റേറ്റ് ഫോം ചെയ്ത് തരാം എന്നുള്ളത്. ആ ഒരു ഉറപ്പ് പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 22nd അമെൻമെന്റ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ 22nd അമെൻമെന്റ് ആക്ട് പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇത്തരത്തിൽ പാർലമെന്റ് ഒരു നിയമം നിർമ്മിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഓട്ടോണമസ് സ്റ്റേറ്റ് ഫോം ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇലക്ഷന്റെ സമയത്ത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇത്തരത്തിൽ ഒരു ഓഫർ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വാഗ്ദാനം അവിടെ നൽകിയതായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഓട്ടോണമസ് സ്റ്റേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നിലവിലുള്ള ഓട്ടോണമസ് കൗൺസിലുകളെക്കാട്ടിലും 6th ഷെഡ്യൂൾ അനുസരിച്ച് അവർക്കുള്ള ഓട്ടോണമിനെക്കാട്ടിലും മച്ച് ബിഗർ ആണെന്ന് മനസ്സിലാക്കുക. എസ്പെഷ്യലി ഈ 6th ഷെഡ്യൂൾ അനുസരിച്ച് അവിടെ ഫോം ചെയ്തിട്ടുള്ള ഓട്ടോണമസ് കൗൺസിലുകൾക്ക് ലോ ആൻഡ് ഓർഡറിലൊന്നും അധികാരമില്ല. അതുപോലെ തന്നെ അവർക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് പവേഴ്സും ഫിനാൻഷ്യൽ പവേഴ്സും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അധികാരം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാർബി ആംഗ്ലോങ്ങും നോർത്ത് കച്ചാറിലും കുറച്ച് കാലമായിട്ട് ഇത്തരത്തിലൊരു ഓട്ടോണമസ് സ്റ്റേറ്റ് വേണം എന്നുള്ള ആവശ്യം നിലവിലുണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സ്റ്റേറ്റ് ഓഫ് ക്ലൈമറ്റ് ഇൻ ഏഷ്യ 2023 റിപ്പോർട്ടാണ്. സോ ഈ സ്റ്റേറ്റ് ഓഫ് ക്ലൈമറ്റ് ഇൻ ഏഷ്യ 2023 റിപ്പോർട്ട് എന്ന് പറയുന്നത് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ റിലീസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പൊ ഈ റിപ്പോർട്ടിനകത്ത് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ പറയുന്നത് നമ്മുടെ ഏഷ്യയിലുള്ള ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് ലോകത്തിലെ 2023 ഓക്കെ ഈ ക്ലൈമറ്റ് ആൻഡ് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഹസാർഡുകൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതായത് വെതർ, ക്ലൈമറ്റ്, വാട്ടർ, ഈ 3 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും അധികം ഡിസാസ്റ്റർ 2023 ഏറ്റവും അധികം ഡിസാസ്റ്റർ ഹിറ്റ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് ഏഷ്യയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യയുടെ ഭാഗമായിട്ടുള്ള ബേ ഓഫ് ബംഗാളിലുള്ള സീ ലെവൽ റൈസിന്റെ ഒരു തോത് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിന്റെ ആവറേജ്, അതായത് ഗ്ലോബൽ ആവറേജ് സീ ലെവൽ റൈസിനെക്കാട്ടിലും 30% കൂടുതലാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റേൺ അതുപോലെ തന്നെ നോർത്തേൺ ഇന്ത്യയിലുള്ള ടെമ്പറേച്ചർ റൈസ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർലി സിവിയർ ആണെന്നും ഈ പറയുന്ന റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. ഇനി ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കേസ് ഈ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷനെ കുറിച്ചാണ്. സോ ഈ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. അതായത് ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിക് സയൻസ്, ക്ലൈമറ്റോളജി, ഹൈഡ്രോളജി, ജിയോ ഫിസിക്സ് എന്നീ കാര്യങ്ങളിലൊക്കെ ഇന്റർനാഷണൽ കോപ്പറേഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷന്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1873 ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ഉണ്ട്. അതിന്റെ ഒരു സക്സസർ ആയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് 1950 ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1950 ഫോം ചെയ്തതിനു ശേഷം യുണൈറ്റഡ് നേഷൻസിന്റെ മെറ്റീരിയോളജി, അതായത് വെതർ ആൻഡ് ക്ലൈമറ്റ്, ഓപ്പറേഷണൽ ഹൈഡ്രോളജി, അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ജിയോ ഫിസിക്കൽ സയൻസ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യുണൈറ്റഡ് നേഷൻസിന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആയിട്ട് WMO മാറുകയാണ് ചെയ്തത്. ഇനി ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. 187 രാജ്യങ്ങൾ നിലവിൽ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനകത്ത് മെമ്പേഴ്സ് ആണ്. ഇനി ഈ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ ഒരു ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് വേൾഡ് മെറ്റീരിയോളജിക്കൽ കോൺഗ്രസ് ആണ്. അതായത് ഈ പറയുന്ന അംഗരാജ്യങ്ങൾ എല്ലാവരും ചേരുന്ന ഒരു ബോഡിയാണ് വേൾഡ് മെറ്റീരിയോളജിക്കൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോളിസീസും പ്രയോറിറ്റീസും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 വർഷം കൂടുമ്പോഴാണ് വേൾഡ് മെറ്റീരിയോളജിക്കൽ കോൺഗ്രസ് മീറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി ഇവർ പബ്ലിഷ് ചെയ്യുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ഓഫ് വേൾഡ് ക്ലൈമറ്റ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് ബുള്ളറ്റിന്, ഇതൊക്കെ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ പബ്ലിഷ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വേൾഡ് വെതർ വാച്ച്, വേൾഡ് ക്ലൈമറ്റ് പ്രോഗ്രാം, അറ്റ്മോസ്ഫിയറിക് റിസർച്ച് ആൻഡ് എൻവയോൺമെന്റ് പ്രോഗ്രാം, ഇതെല്ലാം തന്നെ WMOയുടെ കീഴിലുള്ള പ്രധാനപ്പെട്ട പ്രോഗ്രാംസ് ആണെന്നും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ദ പ്ലൈറ്റ് ഓഫ് ഇന്ത്യൻ സീഫെയറേഴ്സ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എഡിറ്റോറിയൽ പേജിനകത്ത്, ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഈ സീഫെയറേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ആർട്ടിക്കിളിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്ലൈറ്റ് ഓഫ് ഇന്ത്യൻ സീഫെയറേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഒരു മെയിൻ പോയിന്റ് ഓഫ് വ്യൂല് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സീഫെയറേഴ്സിന്റെ കേസിൽ ഞാൻ പറഞ്ഞു ലോകത്തിൽ ഉള്ള ടോട്ടൽ സീഫെയറേഴ്സിനകത്ത് 9.35% ആളുകളും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ 3rd ലാർജസ്റ്റ് സീഫെയറിംഗ് കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇവര് നിലവിൽ നേരിടുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് വലിയ രീതിയിലുള്ള റിസർജന്റ് ആയിട്ടുള്ള പൈറസിയാണ്. അതായത് വീണ്ടും ഈ പൈററ്റ് അറ്റാക്കുകൾ ഷിപ്പുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്നു. അപ്പോൾ അവരുടെ ക്യാപ്റ്റീവ്സ് ആയിട്ട് ജീവിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഇത് കാരണം ഇവരുടെ ലൈഫ് ത്രെട്ടൻ ചെയ്യപ്പെടുന്നു എന്നൊക്കെ ഉള്ളതാണ്. മറ്റൊന്ന് വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള എക്സ്പ്ലോറ്റേറ്റീവ് നേച്ചറിലുള്ള റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജീസ് ആണ്. അതായത് ഈ പറയുന്ന സീഫെയറേഴ്സിനെ അല്ലെങ്കിൽ ഈ നാവികന്മാരെ അന്താരാഷ്ട്ര തലത്തിലുള്ള കമ്പനികളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് പല ഫോൾസ് പ്രോമിസസും കൊടുത്തിട്ടാണ്.
അപ്പോൾ വലിയ രീതിയിലുള്ള സാലറിയും കാര്യങ്ങളൊക്കെ പ്രോമിസ് ചെയ്തുകൊണ്ട് റിക്രൂട്ട് ചെയ്യുകയും പലപ്പോഴും ഈ പറയുന്ന പ്രോമിസ് ചെയ്തിട്ടുള്ള ശമ്പളം കൊടുക്കാതിരിക്കുകയും വലിയ രീതിയിൽ ഓവർ ടൈം വർക്ക് ചെയ്യിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇന്ത്യൻ നാവികന്മാരെ നേരിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കൊക്കെ വിധേയരായിക്കൊണ്ട് മാസങ്ങളോളമൊക്കെ ഇവർ പലപ്പോഴും ഇല്ലീഗൽ ആയിട്ടുള്ള ഡിറ്റൻഷനിൽ കിടക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അബ്യൂസസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ ക്യാപ്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് അബ്യൂസസും ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ പലപ്പോഴും ചില രാജ്യങ്ങളിലെ ഗവൺമെന്റുകളൊക്കെ ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ആ രാജ്യങ്ങളിലെ ലീഗൽ സിസ്റ്റത്തിനെ സമീപിച്ചുകൊണ്ട് ഇവരെ പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ലീഗൽ റെപ്രസെന്റേഷൻ ഒന്നും പലപ്പോഴും ഇവർ പ്രവർത്തിക്കുന്ന കമ്പനികൾ കൊടുക്കാറില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സീഫെയറേഴ്സ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് റീസെന്റ് IMOക്ക് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ലീഗൽ കമ്മിറ്റിക്ക് ഒരു പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ സെക്യൂരിറ്റി, അതുപോലെ തന്നെ കോൺട്രാക്ട് ടേംസ്, മാരിടൈം സെക്യൂരിറ്റി മെഷേഴ്സ് ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ലീഗൽ കമ്മിറ്റിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് അറ്റ് സീ എന്ന് പറഞ്ഞൊരു ഇനീഷ്യേറ്റീവ് ഗവൺമെന്റ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും കൂടി ചേർന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സീഫെയറേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സീഫെയറേഴ്സിന്റെ ഒക്കെ പ്രൊട്ടക്ഷനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ട്രീറ്റിയാണ് മാരിടൈം ലേബർ കൺവെൻഷൻ 2006 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺവെൻഷൻ അനുസരിച്ചുകൊണ്ട് ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു യോജിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ എഫേർട്സ് ആവശ്യമാണെന്ന് ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് അല്ലെങ്കിൽ അവസാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സ്വച്ഛ് ഭാരത് മിഷനെ കുറിച്ചാണ്. സോ ഈ സ്വച്ഛ് ഭാരത് മിഷന്റെ അല്ലെങ്കിൽ ആ സ്വച്ഛ് ഭാരത് മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 7 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, ദ റിയാലിറ്റി ഓഫ് ദി സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ സ്വച്ഛ് ഭാരത് മിഷൻ അല്ലെങ്കിൽ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്ലീൻ ഇന്ത്യ മിഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2014 ഇന്ത്യനെ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഓപ്പൺ ഡെഫിക്കേഷൻ എലിമിനേറ്റ് ചെയ്യുക, ഇന്ത്യയിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ രാജ്യത്തിലുടനീളം ഈ ക്ലെൻലിനെസ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പദ്ധതി നേരിടുന്ന ചില പ്രധാനപ്പെട്ട ചാലഞ്ചസിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അതായത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റും എഫേർട്സ് ഒക്കെ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ അപര്യാപ്തമാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒന്നാമതായിട്ട് ഈ സ്വച്ഛ് ഭാരത് മിഷന്റെ പ്രശ്നങ്ങളായിട്ട് പറയുന്നത് ഒന്ന് പുവർ ക്വാളിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇപ്പൊ ഈ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലൊക്കെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ നടന്നിട്ടുണ്ട്. എസ്പെഷ്യലി സാനിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ബാത്റൂംസും അതുപോലെ തന്നെ ടോയ്ലറ്റ്സ് ഒക്കെ ഒരുപാട് നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെ ക്വാളിറ്റി വളരെ മോശമാണെന്നാണ് പറയുന്നത്. അതായത് ഇത് ലാസ്റ്റ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പല മേഖലകളിലും എസ്പെഷ്യലി ഈ സ്ലംസ് പോലുള്ള ഏരിയാസിൽ ഇപ്പോഴും കൃത്യമായിട്ട് സാനിറ്റേഷൻ ഫെസിലിറ്റിയിലേക്കുള്ള ആക്സസ് ഇല്ല, അല്ലെങ്കിൽ അവിടെ ഇനഡക്വേറ്റ് ആയിട്ടുള്ള സാനിറ്റേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടന്നിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിലും ഈ സോളിഡ് വേസ്റ്റ് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഹ്യൂമൻ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ഇല്ലാത്തത് അത് വീണ്ടും ഈ പറയുന്ന ഹ്യൂമൻ വേസ്റ്റ് നമ്മുടെ എൻവയോൺമെന്റിലേക്ക് അൺട്രീറ്റഡ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ വാട്ടർ ബോഡീസിലൊക്കെ ഈക്കോളി ബാക്ടീരിയാസിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഇത് കാരണമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ടെക്നോളജീസ് പലതും അപര്യാപ്തമാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പദ്ധതി കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ ജോലിക്കാരുടെ അപര്യാപ്തതയും ഒരു പ്രശ്നമാണെന്ന് ഈ പറയുന്ന ആർട്ടിക്കിളിനകത്ത് അവർ പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.